സത്യം പറയട്ടോ, സൂപ്പർ, നല്ല രസമുണ്ട്. സോഫ്റ്റാണ്. പിന്നെ ചമ്മന്തിൻ്റെയും കൂടി ഫ്ലേവർ വന്നപ്പോൾ സൂപ്പർ. ആദ്യം തന്നെ ഇതിലുള്ള കൂട്ട് സെറ്റ് ചെയ്യട്ടോ. അതിന് ഞാനിവിടെ എടുക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടി നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആകെ 5 എഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലുള്ള കടലപ്പൊടി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കടലപ്പൊടി ഉണ്ടാക്കിയ വെരി ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നോക്കട്ടോ. ഇത് എത്ര വെള്ളം വേണം നോക്കാം. അഥവാ വെള്ളം ആണെങ്കിൽ കുറച്ചും കൂടി കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതാണ് ഇത്. അപ്പം എന്തൊക്കെയാ വേണേൽ പറഞ്ഞുതരാം. തേങ്ങ വേണം. പിന്നെ ഞാൻ എടുക്കുന്ന 2 പച്ചമുളകാണ് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഒരു 2-3 എടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി ഞാനൊരു 2-3 അല്ലി മാത്രം എടുക്കുന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമല്ല വെളുത്തുള്ളിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർ കുറച്ചധികം ഇട്ട് കൊടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് നന്നായിട്ട് പേസ്റ്റ് ആവരുത്. ചമ്മന്തിയാണ് സംഭവം ഞാൻ ഉണ്ടാക്കുന്നത്. ചമ്മന്തിയാണ് വീട്ടിൽ ദേഷ്യം വന്ന് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ വല്ലാതെ പേസ്റ്റ് ആവരുത്. എന്തായാലും നല്ലൊരു ശബ്ദം മാത്രം വന്നാൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക്. ഇത് ഫുള്ളും കുറച്ച് ഇതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കിച്ചൺ കയ്യാളാണ് കേട്ടോള്. ഭയങ്കര ഹെൽപ്പറാണ്. കിച്ചണ് മാത്രമല്ല, മൊത്തത്തിൽ എൻ്റെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്ക് തട്ടിപ്പിരിച്ച് തരും. വേണമെങ്കിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരും. നല്ല മോളാണ് അല്ലേ. പെൺകുട്ടികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ല ഹെൽപ്പറായിക്കാം. ഉമ്മാർക്കല്ല ഹെൽപ്പറായിരിക്കും. അതൊരു കുട്ടിയാണ്, നല്ലൊരു കുട്ടിയാണത്. നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. വല്ലാതെ അരിയരുത് കേട്ടോ, മാത്രം മതി. അപ്പൊ ഇതുപോലെയാണ് അരിയേണ്ടത്. വല്ലാതെ അരിയണ്ട, കുറച്ച് നിറഞ്ഞാൽ മതി. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം അല്ലേ. അടുത്തത് നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ്ഗ്. അപ്പം ഈ എഗ്ഗിൻ്റെ സെൻറ്റർ ഒന്ന് 2 മുറിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നെക്സ്റ്റ് പരിപാടി, നമ്മളെ ഈ ചമ്മന്തി ഉണ്ടല്ലോ, ഈ ചമ്മന്തി ഈ ഒരു യെല്ലോ കുഞ്ഞിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെ ഈ കുഞ്ഞിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. എല്ലേതും അപ്പൊ ഇതിങ്ങനെ കട്ടായി വരും. എന്നിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം. മുട്ട ബജി ഉണ്ടാക്കല് സാധാരണ നോർമലി കടലപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കല്. പക്ഷെ ഇതും കൂടി ഒന്ന് ചേർക്കുകയാണെങ്കിൽ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കി നോക്കാം. സിമ്പിളല്ലേ? സിമ്പിളാണ്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, ബയോ. നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കത് പൊരിക്കാം. ഇതുപോലെ ഈ മാവിലൊന്ന് ഇതൊന്ന് മുക്കി കൊടുക്കട്ടോ. ഇതിന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം.
എന്നിട്ട് എടുക്കാം. നേരെ നേരെ ചട്ടിയിൽ വെച്ചെടുക്കാം. അങ്ങനെ എല്ലേതുപോലെ തന്നെ ചെയ്യാൻ. ഇതിനൊരു പ്രത്യേകത കിട്ടും ഗൈസ്. ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. ഫേസും കൗത്തും കൈയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ നിൽക്കാൻ തുടങ്ങി, എനിക്ക് നല്ല പേടി കേട്ടോ. അപ്പം ഞാൻ ഒരു ചട്ടിയിൽ തന്നെ 2 എണ്ണമൊക്കെ ആക്കി പൊരിക്കാനാണ് വിചാരിക്കുന്നത്. 2 3 എന്തായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയൊരു ചട്ടി കേട്ടോ. ബാക്കിയൊന്നും ഇട്ടെടുക്കണേ. ഇപ്പോൾ ഒരു ചട്ടകം എടുക്കാം. കുറച്ച് നീളമല്ലേ, എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടെങ്ങാനും മാത്രം ഇതൊന്ന് മറിച്ചിടാം കേട്ടോ. പക്ഷെ ഭയങ്കര ഡേഞ്ചർ, നല്ലോണം പൊട്ടിത്തെറിക്കും. ഞാനിത് മറിച്ചിടാണ്. ഇത് സൈഡായിട്ടുണ്ട്. സൈഡിന് വേണ്ടി ഞാൻ മറിച്ചിടാട്ടോ. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് പൊരിക്കണായിരിക്കും ഒന്നും കൂടി നന്നാവാ. സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയും പോയി എടുക്കാം. കേട്ടോ, ഒരു സാധനം തിന്നാത്ത ആളാണ്, പക്ഷെ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, സൂപ്പറാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിനി വീണ്ടും വീഡിയോ ആയിട്ട് വരാം കേട്ടോ. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ, അപ്പം ഇവിടെ വെച്ച് നിർത്താണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എന്തായാലും ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ട്രൈ ആക്കി നോക്കാം കേട്ടോ. പുതിയ വീഡിയോയില് ബൈ.